ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ് ശ്രീ രാധേ രാധേ. ഇന്ന് ദേവി ഭാഗവത മാഹാത്മ്യം 5-ാം ദിവസമാണ് പറയണത്. ഭാഗവത ശ്രവണ വിധിയാണ് കേട്ടോ പറയാൻ പോണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഭാഗവത മാഹാത്മ്യം കേൾക്കുകയുണ്ടായി. അപ്പോൾ ഇത് കേട്ടാൽ മാത്രം പോരാ, കേൾക്കാനും പറയാനും ഒക്കെ ഓരോ വിധികളുണ്ടല്ലോ. ഇതറിയാനുള്ള ആകാംക്ഷയായി ഈ ഋഷിമാർക്ക്. അപ്പോൾ ഋഷിമാര് സൂതനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണോ മാഹാത്മ്യം പറഞ്ഞു തന്നത് അതുപോലെ തന്നെ ഇത് പറയാനും കേൾക്കാനും ഒക്കെയുള്ള ഉത്തമമായിട്ടുള്ള വിധി കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറയുകയാണ് മുനിമാര് സൂതൻ്റെ അടുത്ത്. പുരാണ ശ്രവണം കൊണ്ട് നമുക്ക് എത്ര പുണ്യം കിട്ടണോ അതുപോലെ തന്നെയാണ് പുരാണ ശ്രവണ വിധിയും. അതുകൊണ്ട് പുരാണ ശ്രവണ വിധി വിധിയാവണ്ണം മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇനിയിപ്പോൾ സൂതൻ വിധി പറഞ്ഞു തരാൻ പോവാണ് കേട്ടോ. വളരെയധികം ശ്രദ്ധയോടുകൂടി കേട്ടോളൂ. ഭാഗവത നവാഹം നടത്തുന്ന സമയത്ത് ആദ്യമായിട്ട് ദേവജ്ഞനായിട്ട് ഒരാളെ വിളിച്ച് ഉചിതമായിട്ടുള്ള മുഹൂർത്തം നിശ്ചയിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. മിഥുനം തുടങ്ങിയിട്ടുള്ള 6 മാസം പുരാണ പഠനത്തിന് ഉത്തമമായിട്ടാണ് കണക്കാക്കുന്നത്. അത്തം, അശ്വതി, മൂലം, പൂരം, രോഹിണി, തിരുവോണം, മകയിരം, അനിഴം എന്നീ നാളുകളിലും നല്ല ആഴ്ചയും തിഥിയുമൊക്കെ ഉത്തമങ്ങളായിട്ടാണ് കണക്കാക്കണത് എന്ന് സൂതൻ പറയാണ്. വ്യാഴം ഏതു നക്ഷത്രത്തിലാണെന്ന് നോക്കുക. അന്നാള് മുതൽ ദിനങ്ങൾ എണ്ണി 4, 1, 5, 6, 3 നാളുകളിൽ പുരാണം കേട്ടാൽ യഥാക്രമം ധർമ്മപ്രാപ്തി, ധനസംപ്രാപ്തി, കഥാസിദ്ധി, മഹാസുഖം, രോഗപീഠ, രാജഭയം, ജ്ഞാനപ്രാപ്തി എന്നിവയാണ് ഫലം. ഈ ഫലചക്രം സാക്ഷാൽ ശങ്കരനാൽ നിർമ്മിതമാണ് എന്നാണ് സൂതൻ പറയണത്. 4 നവരാത്രികളിലും നാളും തിഥിയും ഒക്കെ നോക്കി മറ്റു മാസങ്ങളിലും ദേവി ഭാഗവതം കേൾക്കുന്നത് ഉചിതം തന്നെയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ നാളും തിഥിയൊക്കെ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവി ഭാഗവതം നടത്തുന്നതിന് മുൻപായിട്ട് എല്ലാ ഭക്തജനങ്ങളെയും അറിയിക്കണം, ഇങ്ങനെ നമ്മളൊരു ഭാഗവത നവാഹ യജ്ഞം നടത്താൻ പോകുന്നുണ്ട് എന്നുള്ളത്. അതിനുശേഷം ഒരു വിവാഹത്തിന് എപ്രകാരമാണോ ഒരുക്കങ്ങൾ നടത്തുക അതുപോലെ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയിട്ട് വേണം നവാഹ യജ്ഞം ആരംഭിക്കാനായിട്ട്. ദമ്പാദികളില്ലാത്ത സ്വയം സേവകരും ഈ പുരാണ ആഘോഷത്തിന്റെ നടത്തിപ്പിനായിട്ട് അത്യാവശ്യമാണ്. സൂര്യൻ, ചന്ദ്രൻ, ഗണപതി, ശിവൻ തുടങ്ങി ദേവതമാരെ ഭജിക്കുന്നവർക്കും ദേവി ഉപാസന ചെയ്യാം. കാരണം ശക്തിയില്ലാതെ ദേവതകളില്ലല്ലോ. ബ്രാഹ്മണാദി 4 വർണ്ണക്കാർക്കും സ്ത്രീകൾക്കും ബ്രഹ്മചാരികൾക്കും ലൗകിക സുഖകാംക്ഷികൾക്കും അല്ലാത്തവർക്കും ഒക്കെ ഈ പുരാണ ശ്രവണത്തിന് യോഗ്യതയുണ്ടത്രേ. അപ്പം അതുകൊണ്ട് 9 നാളും കേൾക്കാൻ എല്ലാവർക്കും പറ്റണം എന്നില്ല. അതുകൊണ്ട് പറ്റുന്ന ദിവസങ്ങളിൽ എല്ലാവരും പങ്കെടുക്കുക. വൃത്തിയായി ചാണകം മെഴുകി ഒരുക്കിയ പാരായണ വേദിയിൽ അതിഥികളെ വേണ്ട രീതിയിൽ ഉപചരിച്ചിരുത്തി ബഹുമാനിക്കണം. കൊടിതോരണങ്ങൾ തൂക്കണം. വാഴപ്പിണ്ടി കൊണ്ടുള്ള ശ്രീകോവിലിൽ അലങ്കാരങ്ങളൊക്കെ ചെയ്യണം. പുരാണം വായിക്കുമ്പോൾ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്നിട്ട് വേണം വായിക്കാനായിട്ട്. ശാസ്ത്രജ്ഞാനിയും സമർത്ഥനും വാക്ചാതുരിയുള്ളവനും അനാസക്തനും ധീരനും ദേവിഭക്തനുമായിരിക്കണം വക്താവ്. ദേവനിന്ദകനും സ്ത്രീജിതനും കോപിഷ്ഠനും ധർമ്മനാട്യക്കാരനും ലുബ്ധനും വക്താവാകാൻ യോഗ്യതയില്ല. ഗുണവാനും പണ്ഡിതനും സംശയ നിവാരണം ചെയ്യാൻ കഴിവുള്ളവനുമായ ഒരാൾ വക്താവിന് സഹായിയായി വേണം. കഥാരസികനും വിനയവാനും ബ്രഹ്മജ്ഞാനിയും ദേവതാ ഭക്തനും ഉദാരവാനും വിഷയാസക്തി ഇല്ലാത്തവനും അഹിംസവാനും ആയിരിക്കണം ശ്രോതാവ്. അപ്പൊ വക്താവിന്റെയും ശ്രോതാവിന്റെയും ഗുണങ്ങളാണ് പറഞ്ഞു വെച്ചത്. ആരൊക്കെയാണ് അവിടെ വേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഉപചാരങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. യജ്ഞ നിയമങ്ങൾ തീരുമാനിക്കണം. സൂര്യോദയത്തിൽ തന്നെ കുളി, സന്ധ്യാവന്ദനം എല്ലാം ചുരുക്കമായി ചെയ്ത് തയ്യാറാവണം. ഗണപതി ഹോമം, പശുദാനം എന്നിവ തീർച്ചയായും വേണം. സപ്തമാതാക്കൾ, അഷ്ടയോഗിനികൾ, ക്ഷേത്രപാലൻ, തുളസി, ശങ്കരൻ, നവഗ്രഹങ്ങൾ എന്നിവർക്കായിട്ട് കലശം സ്ഥാപിച്ച് പൂജയും ചെയ്യണം. നവാക്ഷര മന്ത്രത്തിൽ ജഗദാംബികയെ പൂജിക്കണം. ശ്രീദേവിയുടെ വാഗ്രൂപമായ ഭാഗവതത്തെ എല്ലാ ഉപചാരങ്ങളും നൽകി പൂജിക്കണം. കഥാശ്രവണ വിഘ്നം വരാതിരിക്കാൻ 5 ബ്രാഹ്മണന്മാരെ സ്വീകരിച്ചണയിച്ച് അവരെ കൊണ്ട് ദേവി സപ്തശതീ മന്ത്രം, നവാർണവം എന്നിവ ജപിപ്പിക്കുകയും വേണം. കാർത്യായിനി മഹാമായേ ഭവാനി ഭുവനേശ്വരി എന്ന നാമജപത്തോടെ അമ്മയെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കാം. ഈ ഭവാബ്ദിയിൽ ആണ്ടുമുങ്ങിയ എന്നെ കൈക്കൊള്ളണമേ,
ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും ആരാധ്യയായിട്ടുള്ള അമ്മേ, എന്നെ അഭിഷ്ടവരങ്ങളേകി അനുഗ്രഹിച്ചാലും എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ കഥകൾ കേൾക്കാനായിട്ട്. വക്താവിനെ വ്യാസനായി കണക്കാക്കി യജ്ഞവേദിയിൽ അദ്ദേഹത്തെ അലങ്കാര വിഭൂഷണങ്ങളോടെ ഉപവിഷ്ടനാക്കണം. സർവശാസ്ത്ര വിശാരദനായ വ്യാസരൂപനായ അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ദേവിയുടെ കഥകളാകുന്ന വെണ്ണിലാവ് എന്നിലെ ഇരുട്ടിനെ അകറ്റുമാറാകട്ടെ എന്ന് ശ്രോതാവ് സങ്കല്പിക്കുകയും വേണം. ആദ്യ ദിവസത്തെ ചിട്ടകൾ തന്നെയാണ് 9 ദിവസം പാലിക്കേണ്ടത്. ബ്രാഹ്മണാദികളെ ഉപവിഷ്ടരാക്കിയ ശേഷമേ യജമാനൻ ഇരിക്കാവൂ. ഗൃഹപുത്ര ധനാദി ചിന്തകളൊക്കെ വെടിഞ്ഞ് ശ്രദ്ധ ഭക്തി പുരസരം കഥ കേൾക്കുക. സൂര്യോദയം മുതൽ അസ്തമയം വരെയാണ് കഥ വായിക്കേണ്ടത്. മധ്യാഹ്നത്തിൽ 1 മണിക്കൂർ വിശ്രമം, ലഘുഭക്ഷണം എന്നിങ്ങനെ ചിട്ടയായി വേണം കഥ കേൾക്കാൻ. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് കഥാശ്രവണം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ ഭേദദൃഷ്ടിയുള്ളവരും ഹിംസകരും നാസ്തികരും ദുഷ്ടരും വേദവിരോധികളും കള്ളന്മാരും ബ്രഹ്മസ്വം ദേവസ്വം പരധനം പരസ്ത്രീകൾ എന്നിവ അപഹരിക്കുന്നവർക്കും അതിൽ തൽപരരായവരും ഈ കഥ കേൾക്കാൻ അനർഹരാണ്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ ആർക്കൊക്കെയാണ് കഥ കേൾക്കാൻ പറ്റുക, ആർക്കൊക്കെയാണ് കഥ കേൾക്കാൻ പറ്റാത്തത്. നവാഹ ദിനങ്ങളിൽ ബ്രഹ്മചര്യം വേണം. തറയിൽ കിടന്നുറങ്ങുക, സത്യം പറയുക, ജിതേന്ദ്രിയനാവുക മുതലായ വ്രതങ്ങൾ കൃത്യമായി പാലിക്കണം. വഴുതനങ്ങ, താനിക്ക, എണ്ണ, പരിപ്പ്, തേൻ, ഉള്ളി, വെളുത്തുള്ളി, കുമ്പളങ്ങ, മുരിങ്ങക്ക, വെന്തുകരിഞ്ഞ ഭക്ഷണം, രജസ്വല തൊട്ട ചോറ്, കിഴങ്ങുകള്, കടല ഇവയൊന്നും ഭക്ഷിക്കാനും പാടില്ല. കാമക്രോധ ലോഭ ദണ്ഡമാനങ്ങൾ വർജിക്കണം. ബ്രാഹ്മണദ്രോഹി, ജാതി മര്യാദകൾ പാലിക്കാത്തവർ, ആർത്തവകളായിട്ടുള്ള സ്ത്രീകള്, മ്ലേച്ഛർ, അന്ത്യജർ, വേദനിന്ദ ചെയ്യുന്നവര് എന്നിവരോടൊന്നും സംസാരിക്കാൻ പോലും പാടില്ല എന്നാണ് പണ്ടത്തെ കാലത്ത് നവാഹം നടത്തുന്ന ആളും ശ്രോതാവും പാലിക്കേണ്ട നിയമങ്ങൾ. വേദങ്ങൾ, ഗോക്കൾ, ഗുരുക്കന്മാർ, ബ്രാഹ്മണർ, സ്ത്രീകൾ, രാജാക്കന്മാർ, മഹാത്മാക്കൾ, ഭക്തന്മാര് തുടങ്ങിയിട്ടുള്ള സത്വമതികളെ നിന്ദിക്കുകയോ അത്തരം വർത്തമാനങ്ങൾ കേൾക്കുകയോ ചെയ്യാൻ പാടില്ല. വിനയം, സത്യസന്ധത, ഭൂതദയ, വൃത്തി, മിതമായ സംസാരം എന്നീ ഗുണങ്ങൾ ഉള്ളവരാണ് കഥാശ്രവണ വ്രതം എടുക്കേണ്ടവര്. കുഷ്ഠം, പാണ്ഡു തുടങ്ങിയിട്ടുള്ള രോഗങ്ങളാൽ വലയുന്നവരും ദാരിദ്ര്യ ദുഃഖം പേറുന്നവരും പാപികളും സന്താന സൗഭാഗ്യമില്ലാത്തവരും ഒറ്റ കുഞ്ഞുള്ളവരും ഗർഭമലസിയവരും ചാപ്പിള്ളകൾ ഉണ്ടാകുന്നവരും എന്നിവർക്കെല്ലാം ഭാഗവത ശ്രവണത്താൽ ദുഃഖനിവൃത്തരാകും. ജീവിതത്തിൽ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ വലിയ ബുദ്ധിമുട്ട് കൂടാതെ ആർജിക്കാനായിട്ട് ഭാഗവതം കേൾക്കുക. 9 നാളുകളിൽ ഓരോന്നും ഓരോ നവാഹ യജ്ഞത്തിന്റെ ഫലം ചെയ്യുമെന്നാണ് പറയണത്. അപ്പൊ അതുകൊണ്ട് തന്നെ കഥയുടെ എല്ലാ ദിനങ്ങളിലും വക്താവിനെയും പുസ്തകത്തെയും പൂജിച്ച് പ്രസാദം സ്വീകരിക്കണം. അപ്പോൾ ചെയ്യുന്ന ജപം, ദാനം, ഹോമം എന്നിവയ്ക്കൊക്കെ വലിയ ഫലാണുള്ളത്. കുമാരി പൂജ, സുമംഗലി പൂജ, ബ്രാഹ്മണ പൂജ എന്നിവയും ചെയ്യണം. സർവദോഷങ്ങളും ഇല്ലാതാക്കാൻ ഓരോ ദിനാന്ത്യത്തിലും ഗായത്രി സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ ജപിക്കാം. യജ്ഞപൂർണതയ്ക്കായി വിഷ്ണുവിനെ സ്തുതിക്കണം. കഥയുടെ പരിസമാപ്തിയിൽ ദേവി സപ്തശതീ മന്ത്രം അല്ലെങ്കിൽ നവാക്ഷര മന്ത്രം ജപിക്കണം. ഗായത്രി ചൊല്ലി നെയ്പായസം നിവേദിക്കുകയും ആവാം. മഹാഷ്ടമി വ്രതം എന്ന പോലെ 9ാം ദിനം യജ്ഞം പൂർത്തിയാക്കുകയും വേണം. നിഷ്കാമന്മാർക്ക് മുക്തിയും സകാമന്മാർക്ക് അഭിഷ്ടസിദ്ധിയും ഇതിൽ നിന്ന് ലഭ്യമാകുന്നു ചുരുക്കം. വസ്ത്രാദികളും ധനവും മറ്റു സമ്മാനങ്ങളും ദക്ഷിണ നൽകി വക്താവിനെയും ബ്രാഹ്മണരെയും സന്തോഷിപ്പിക്കണം. കുമാരിയെയും സുമംഗലിയെയും ദേവീഭാവത്തിൽ ഊട്ടണം. സ്വർണം, കറവപ്പശു, ആന, കുതിര, ഭൂമി എന്നിവയെല്ലാം ദാനം ചെയ്യാൻ ഉത്തമമാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഏതൊരു യജ്ഞം നടത്തുമ്പോഴും ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്യാറുണ്ട്. അതിപ്പോൾ ഗോദാനം ചെയ്യാറുണ്ട്, ധനം ദാനം ചെയ്യാറുണ്ട്. അങ്ങനെ എന്തൊക്കെയാണോ കയ്യിലുള്ളത് അതിൽ നിന്നും നമുക്ക് പറ്റുന്ന പോലെയുള്ള ദാനധർമ്മങ്ങൾ പണ്ട് അനുഷ്ഠിച്ചു പോന്നിരുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞു വച്ചിട്ടുള്ളത് കേട്ടോ. നല്ല വടിവൊത്ത അക്ഷരത്തിൽ എഴുതി ഈ ഗ്രന്ഥം പട്ടിൽ പൊതിഞ്ഞ് 8ാം ദിനമോ 9ാം ദിനമോ വക്താവിന് നൽകണം. ദരിദ്രനായാലും ബാലനായാലും വൃദ്ധനായാലും പുരാണ പാരാംഗതൻ എന്നും ബഹുമാന്യം തന്നെയാണ്. പലതരത്തിലുള്ള പുരാണം അറിയുന്ന ആളാണ് ഗുരുക്കന്മാരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠൻ. കഥയുടെ ഇടയ്ക്ക് വ്യാസപീഠത്തിൽ ഉപവിഷ്ടനായ വക്താവിനെ മാത്രമേ സാധകർ നമിക്കാവൂ. ഭക്തിയില്ലാതെ ഈ കഥ കേൾക്കുന്നത് കൊണ്ട് പുണ്യം ലഭിക്കുന്നില്ല. പൂവ്, താംബൂലം എന്നിവ കൊണ്ട് അർച്ചന ചെയ്ത് വേണം ഈ കഥ കേൾക്കാൻ.
അല്ലെങ്കിൽ ദാരിദ്ര്യമാകും ഫലം. കഥാശ്രവണത്തിനിടയ്ക്ക് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ധനസമ്പത്തും കളത്രവും എല്ലാം നഷ്ടമാകും. ഡമ്പോടെയാണ് ഈ കഥ കേൾക്കുന്നതെങ്കിൽ നരകവാസം കഴിഞ്ഞ അടുത്ത ജന്മം കാക്കയായി ജനിക്കും. സാധാരണയായിട്ട് നല്ല ശ്രദ്ധയോടുകൂടി വേണം നവാഹം സപ്താഹമൊക്കെ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഒരുപാട് ദോഷഫലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയണത്. ശ്രീമദ് ഭാഗവതം പറയുകയാണെങ്കിൽ അതിൽ കണ്ണൻ തന്നെയാണെന്നാണ് പറയുക. ശ്രീദേവി ഭാഗവതം ഭഗവതി തന്നെയാണെന്നാണ് പറയുക. അപ്പോൾ അത്രയും വിശേഷപ്പെട്ട പുസ്തകമാണ്. ഇങ്ങനെയുള്ള പുസ്തകം പട്ടിൽ വേണം സൂക്ഷിക്കാനായിട്ട്. ഈ പുസ്തകം അവിടെ എവിടെയൊന്നും വലിച്ചെറിയാനോ വെക്കാനൊന്നും പാടില്ല. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കഥകൾ കേൾക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധ വേണം. ശ്രദ്ധയോടുകൂടി കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പല സ്തുതികൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുപോലെ ശ്രദ്ധാപൂർവം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ഊഷ്മളത വന്ന് ചേരുകയും അതോടൊപ്പം ധനധാന്യ സമൃദ്ധിയും എല്ലാ ഐശ്വര്യങ്ങളും വീട്ടിലേക്ക് വരികയും ഒക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗവത ശ്രവണത്തിന്റെ ഏറ്റവും ചുരുക്കിയിട്ടുള്ള ഒരു ഭാഗം. സിംഹാസനത്തിലും വീരാസനത്തിലും ഇരുന്ന് കഥ കേൾക്കുന്ന ആൾ അടുത്ത ജന്മത്തില് നീർമരുതുകളായി പിറക്കും. കഥയ്ക്കിടയ്ക്ക് വേണ്ടാത്ത വർത്തമാനം പറയുന്നവർ ആദ്യം കഴുതകളായും പിന്നീട് ഓന്തുകളായും പിറക്കും. പുരാണം പറയുന്നവരെയും കേൾക്കുന്നവരെയും നിന്ദിക്കുന്നവർ 100 ജന്മം പട്ടികളായി ജീവിക്കും. വക്താവിനൊപ്പം ഉയർന്ന പീഠത്തിൽ ഇരുന്ന് കഥ കേൾക്കുന്നവർക്ക് ഗുരുപത്നിയെ പ്രാപിച്ചാൽ പോലുള്ള പാപം ലഭിക്കും. തല കുമ്പിട്ടു കഥ കേൾക്കുന്ന ആൾക്കോ വിഷവൃക്ഷമായിട്ട് തീരും എന്നാണ്. കിടന്നുകൊണ്ട് കഥ കേൾക്കുന്ന ആള് പെരുമ്പാമ്പായി തീരും. ഒരു ദിനം പോലും ഈ പുരാണം കേൾക്കാത്തവര് അടുത്ത ജന്മം കാട്ടുപന്നികളായിട്ട് ജനിക്കും. ഈ കഥ കേട്ട് രസിക്കാത്തവരും ഇതിന് വിഘ്നം ഉണ്ടാക്കുന്നവരും നരകയാതനകൾ അനുഭവിച്ച ശേഷം നാട്ടുപന്നികളായിട്ട് ജനിക്കും എന്നാണ്. പുരാണ പാരായണം ചെയ്യുന്നവർക്ക് ഉചിത സമ്മാനങ്ങൾ, വസ്ത്രം, ആസനം, പാത്രം, കമ്പിളി മുതലായവ നൽകുന്നവർക്ക് വിഷ്ണുപദം ലഭ്യം. പുരാണ ഗ്രന്ഥം പൊതിഞ്ഞു വെക്കാനും പട്ടും ചരടും നൽകുന്നവർക്ക് സുഖികളായി തീരും. ദേവി ഭാഗവതം കേട്ടാൽ അത് 100 പുരാണങ്ങൾ കേട്ടതിന്റെ ബലം ചെയ്യും. നദികളിൽ ഗംഗ, ദൈവങ്ങളിൽ ശങ്കരൻ, കാവ്യങ്ങളിൽ രാമായണം, ഗ്രഹങ്ങളിൽ സൂര്യൻ, ധനങ്ങളിൽ യശസ്, ആഹ്ലാദകാരികളിൽ ചന്ദ്രൻ, ക്ഷമയിൽ ഭൂമി, ഗാംഭീര്യത്തിൽ സമുദ്രം, മന്ത്രങ്ങളിൽ ഗായത്രി, പുണ്യങ്ങളിൽ ഹരിസ്മരണ എന്നതുപോലെയാണ് പുരാണങ്ങളിൽ അത്യുത്തമമത്രേ ദേവി ഭാഗവതം. നവാഹമായി ഈ പുരാണം മുഴുവൻ കേൾക്കുന്നവർ ജീവമുക്തനാകും. രാജാവിൽ നിന്നും ശത്രുവിൽ നിന്നും ഭൂകമ്പം മുതലായ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പട്ടിണിയിൽ നിന്നും രാഷ്ട്രനാശത്തിൽ നിന്നും രക്ഷ നേടാനും ഭൂതപ്രേത നാശത്തിൽ നിന്നും ശത്രു കീഴടക്കിയ രാജ്യം തിരിച്ചു പിടിക്കാനും പുത്രലാഭത്തിനും ദേവി ഭാഗവതം കേൾക്കുക. ഇത് കേൾക്കുകയോ പഠിക്കുകയോ ഒരു ശ്ലോകമോ അതിന്റെ ഭാഗമോ എങ്കിലും ഹൃദിസ്ഥമാക്കുകയോ ചെയ്യുന്നവർ പരമഗതിയടയും. ദേവി ഭാഗവതം ഈ പുരാണം ആദ്യമായി ചൊല്ലിയത് ഒരു ശ്ലോകാർത്ഥത്തിലാണത്രേ. പിന്നീട് ശിഷ്യന്മാരെ പറഞ്ഞൊരു വലിയ പുസ്തകമായിട്ട് വലിയ പുരാണമായിട്ട് മാറി എന്നാണ് പറയണത്. ഗായത്രിക്ക് മുകളിലായി ധർമ്മമില്ല, തപസ്സില്ല, മന്ത്രമില്ല, അതിന് സമാനമായ ദേവതയും ഇല്ല. ഗായത്രി എന്ന പേരുണ്ടായത് അത് ഗാനം ചെയ്യുന്നവനെ പ്രാണനം ചെയ്യുന്നു എന്നതിനാലാണ്. ആ ഗായത്രി ദേവി ഭാഗവതത്തിൽ പ്രതിഷ്ഠിതയാണത്രേ. അപ്പൊ അതുകൊണ്ട് മഹാപുരാണങ്ങൾ മറ്റൊന്നും ഇതിന്റെ 16-1 പ്രഭാവം പോലും ഇല്ലാത്തവയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നാരായണ സ്വരൂപി ആയിട്ടുള്ള ധർമ്മനന്ദൻ ഇതിലൂടെ ധർമ്മം ഉപദേശിക്കുന്നുണ്ട്. ഗായത്രി മന്ത്രരഹസ്യം, മണിദ്വീപ വർണ്ണന, ഹിമാദ്രി ഗീത എന്നിവയും ദേവി ഭാഗവതത്തിലുണ്ട്. ഇതിന് സമാനമായി മറ്റൊന്നുമില്ലാത്തതിനാൽ മഹാന്മാരെ ഈ പുരാണത്തെ സദാ ഉപാസിക്കൂ. ആരുടെ പ്രഭാവമാണോ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കോ അനന്തനോ പോലും അറിയാനോ അളക്കാനോ കഴിയാത്തത് ആ പരാശക്തിയെ ഞാൻ നമസ്കരിക്കുന്നു. ആരുടെ കാൽ പാദ ധൂളി കണങ്ങളാണോ വിശ്വനിർമ്മിതിക്കായി ബ്രഹ്മാവ് ഉപയോഗിച്ചത് ആ ജഗദാംബികയെ ഞാൻ സദാ സ്മരിക്കുന്നു. സുധാ സമുദ്രത്തിൽ ദേവവാടികയിൽ പ്രശോഭിക്കുന്ന മണിദ്വീപത്തിൽ ചിന്താമണിമയമായ ഗേഹത്തിൽ വിരാജിക്കുന്നവളും ശിവന്റെ ഹൃദയത്തിൽ മൃദുമന്ദഹാസത്തോടെ ഇരുന്നരുളുന്നവളുമായ ജഗദാംബികയെ ധ്യാനിച്ചാൽ സർവ്വവിധ ഐശ്വര്യങ്ങളും ലഭിക്കും. ത്രിമൂർത്തികളും ദേവഋഷി വൃന്ദങ്ങളും ഉപാസിക്കുന്ന മണിദ്വീപാധിപയായ ദേവി ജഗത്തിന് ശുഭമേകട്ടെ. ദേവി ഭാഗവത മഹാത്മ്യം ഇവിടെ അവസാനിക്കുകയാണ്. ഭഗവതിയുടെ ഈ ഒരു മഹാത്മ്യം കേൾക്കുക, വിധി കേൾക്കുക, ഭഗവതിയുടെ കഥകൾ കേൾക്കുക, ദേവി ഭാഗവതത്തെ ഉപാസിക്കുക. അങ്ങനെ ഉപാസിക്കുമ്പോൾ എല്ലാവിധ സദ്ഗതിയും ഭഗവതി തരും. അവസാനം ഭഗവതിയുടെ പാദപത്മത്തില് അണയാനും സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഭഗവതിയുടെ തൃപ്പാദത്തില് ഈ ഒരു കഥയും ഈ ഒരു വിധിയും സമർപ്പിക്കാം. അടുത്ത ദിവസം മുതൽ ദേവി ഭാഗവതം ആരംഭിക്കുകയാണ്. ശ്രീമദ് ദേവി ഭാഗവതത്തില് ശൗനക പ്രശ്നമാണ് അടുത്ത ദിവസം നമ്മൾ വായിക്കാനായിട്ട് പോണത്. അപ്പോൾ എല്ലാം
പൊന്നു ഗുരുവായൂരപ്പൻ്റെയും ശ്രീ ശിവശങ്കരൻ്റെയും തൃക്കാൽക്കല് സമർപ്പിക്കുകയാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.